ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനും ദേവും പിന്നെ നമ്മളെ രണ്ട് ചെങ്ങായിമാരും കൂടിയിട്ട് ഓണം ഷൂട്ടിന് വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ ഒരു സർപ്രൈസ് ഉണ്ട് എന്നുള്ളത്. അത് വേറെ ഒന്നുമല്ല, നമ്മൾ ഓണം ഷൂട്ട് നമ്മൾ ഡിസൈഡ് ചെയ്തത് ഈ ദിവസമാണ്. കാരണം അടുത്ത വീക്കിലേക്കെല്ലാം വരുന്ന സമയത്ത് ഓണം അടുത്ത് വരുമ്പോഴത്തേക്കും കംപ്ലീറ്റ് തിരക്കായി പോകും. അതുകൊണ്ട് ഇപ്രാവശ്യം നമ്മളെ തിരുവങ്ങാടമ്പലവും അല്ലെങ്കിൽ അണ്ടല്ലൂർ കാവിലോ വെച്ച് നടത്താനാണ് വിചാരിക്കുന്നത്. അത് ഇനിയും തീരുമാനമായിട്ടില്ല. അതാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ്. എവിടുന്ന് ഷൂട്ട് ചെയ്യണം എന്നുള്ളത് അറിഞ്ഞാലല്ലേ നമുക്ക് എവിടുന്ന് അത് പ്ലാൻ ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ പറ്റൂ. അപ്പൊ അതിന്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ഞാനും ഇവളും എഫേർട്ട് ഇട്ടിട്ടാണെങ്കിലും ഇന്ന് നേരത്തെ എണീച്ചിട്ടുണ്ട്. അവള് ഡ്രസ്സെല്ലാം അയൺ ചെയ്തിട്ടെല്ലാം ഒന്ന് ഒരുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പൊ എനിക്കിപ്പോ എന്തായാലും ഒന്ന് ജസ്റ്റ് ഒന്ന് കുളിച്ച് നനച്ച് എല്ലാം സെറ്റ് ചെയ്തിട്ട് നമുക്ക് റെഡി ആയിട്ട് നിൽക്കാം. ഓണം ഷൂട്ടിന് പ്രിപ്പയർ ആയിട്ട് ഇതാ ദേവു എത്തിയിട്ടുണ്ട്. ഇതാണ് ദേവുവിന്റെ കോസ്റ്റ്യൂം. ഇതാണ് നമ്മുടെ ക്യാമറമാൻ അമാനിക്ക. ഇനി എന്റെ കോസ്റ്റ്യൂം ഒന്ന് കാണിച്ചു കൊടുത്ത അമാനെ. ഈ ഒരു ഡ്രസ്സിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ കപ്പിൾ കോമ്പിനേഷൻ ഫോട്ടോ. അമാന്റെ ക്യാമറ പോലെ ഇരിക്കും, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാവുക. അങ്ങനെ നല്ലോണം എടുത്തരൂലേ? ഇൻസ്റ്റ കത്തിക്കോ നീ? ഇൻസ്റ്റ കത്തിക്കുന്ന പറയുന്നത്. ദൈവം എന്താ പറയുന്നത്? ഇൻസ്റ്റ കത്തുവോ? മിക്കവാറും വല്ലാത്ത രീതിയിൽ കത്തും. ചെയ്താ നല്ല കസവും കൊണ്ട് കൊടുക്കാൻ പറഞ്ഞാല് പച്ച കൊണ്ട് കൊടുത്തിട്ടും വരും. പറഞ്ഞിട്ട് കാര്യമില്ല, അതങ്ങനെ ആയിപ്പോയി. നമ്മളെന്തായാലും നേരെ ലേറ്റ് ആക്കുന്നില്ല, നമ്മളെ സ്പോട്ടിലേക്ക് വേഗം പോട്ടെ. നമ്മളങ്ങനെ നമ്മളെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഇത് ജഗന്നാഥ ക്ഷേത്രത്തിൽ തന്നെയാണ് വന്നത്. ഇവിടുത്തെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ, നമ്മളന്ന് ഓൾറെഡി വന്നതാണ് മഴയത്ത് വന്നപ്പോൾ നിനക്ക് മൊത്തം മങ്ങിയ ഒരു അവസ്ഥയല്ലേ വേണ്ടത്. ഇപ്പൊ എങ്ങനെയുണ്ട് ഇവിടെ? സെറ്റ് അല്ലേ? അവിടെ ഇപ്പം കംപ്ലീറ്റ് പാടം എല്ലാം പൂത്ത് നിൽക്കുന്ന ടൈമാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി വീഡിയോസ് എടുക്കാൻ വേണ്ടി പറ്റും. അവന്മാർ രണ്ടുപേരും പൂ വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അവിടുന്ന് കിട്ടോ ഇല്ലയോ എന്നുള്ളത് അറിഞ്ഞുകൂടാ. എന്തായാലും നമ്മളെ തിരുവങ്ങാട് തന്നെയാണ് പോയത്. അവിടെ പൊതുവെ ഉണ്ടാവും. അപ്പോൾ ഒരു മുഴുവൻ പൂവങ്ങാനും വാങ്ങിച്ചിട്ട് ഇവിടുത്തെയാണെങ്കിൽ കുറച്ചും കൂടി നല്ല രസം ഉണ്ടാകുന്ന വിചാരിക്കുന്നത്. കിട്ടിയിട്ടില്ലെങ്കിൽ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ ഈ ഒരു ലൊക്കേഷൻ കണ്ടില്ലേ, ഇവിടുന്ന് നല്ല അടിപൊളി ഫോട്ടോസും കിട്ടും. ഇവിടുന്ന് എടുക്കാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല, എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഇതാണെങ്കിൽ ഒന്നാമത് അടിപൊളി സീനിക് ആയിട്ടുള്ള സ്ഥലമാണ്. അതായത് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ ഇതുപോലെ ഒരു ട്രെയിൻ ആ ഒരു ഏരിയയിൽ നിന്ന് പോകുന്നതാണെങ്കിൽ അടിപൊളിയായിരിക്കും, ഭയങ്കര രസമായിരിക്കും ആ വീഡിയോസ് എല്ലാം. നോക്കാം ആ സമയത്ത് ട്രെയിൻ ഉണ്ടോ എന്നുള്ളത്. അപ്പൊ ഇനി എന്തായാലും ലേറ്റ് ആക്കുന്നില്ല, എല്ലാരും സെറ്റായി. അമാന റെഡി അല്ലേ? വിക്കിയെ സപ്പോർട്ടിങ്ങിന് റെഡി അല്ലേ? ദേവുവേ? ദേവു ആക്ടർ ആണല്ലോ, അതുകൊണ്ട് പ്രശ്നമില്ല. ഗൈസ്, ഇനി നമ്മളെന്തായാലും ലേറ്റ് ആക്കുന്നില്ല, അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതാണ്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വരാം. ഗൈസ്, നമ്മളൊരു 90% ഷൂട്ടെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 10% കൂടിയുണ്ട്. അത് നമ്മൾ ഈ ചെറിയ എടുക്കാനാണ് വിചാരിക്കുന്നത്. കാരണം ഭയങ്കര വെയിലിപ്പം കൂടി, നിങ്ങൾ തന്നെ കാണുന്നില്ലേ? ഇതാ ഇവിടെ നിന്ന വെയില, ഇതിപ്പോ അങ്ങ് മേലേക്ക് എത്തി. പിന്നെ നമുക്ക് ഷാഡോ വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റൂല. ദേവുവിന് സെപ്പറേറ്റ് ഒരു വീഡിയോ കൂടിയുണ്ട്, അതും കൂടി ഫിനിഷ് ചെയ്തിട്ട് നമ്മൾ നേരെ എന്തെങ്കിലും കഴിക്കാൻ പോകണം. വിശക്കുന്നു. തളർന്ന എത്ര ഷോർട്സ് എടുത്ത്? എങ്ങനെയുണ്ട് ഷൂട്ട്? പക്ഷെ അടിപൊളിയാണ്. അമ്മ നല്ല അടിപൊളിയായിട്ട് ആ ക്യാമറ ഹാൻഡിൽ ചെയ്തത്. നിങ്ങൾക്കായിരിക്കെങ്കിലും മൊബൈൽ ഫോട്ടോഗ്രാഫി എല്ലാം ആഗ്രഹം ഉണ്ടെങ്കിൽ അമാനെ സമീപിക്കുക. പക്ഷെ കൂട്ടത്തിൽ ഒരു ഐഫോണും കൊണ്ടിട്ട് പോകണമെന്നേ ഉള്ളൂ. നമുക്ക് ഐഫോൺ സ്പോൺസർ ചെയ്തത് വിക്കിക്കുട്ടനാണ്. വിക്കിക്ക് അഭിവാദ്യങ്ങൾ. വാവ ചെക്കന് വിശക്കുന്നുണ്ടാവല്ലേ? വിശക്കുന്നുണ്ടാ? മസാല ദോശ കഴിക്കാം നമുക്ക് അവിടുന്ന് അല്ലേ? അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ മസാല ദോശ പതിവാണ്. എനിക്ക് നിനക്കും അമാന് 2 ബോണ്ട വാങ്ങിച്ചു കൊടുക്കാം. അമാൻ ബോണ്ട 2 ബോണ്ട എടുക്കട്ടെ. അയ്യോ, ഇനി നമ്മളെ ഫോട്ടോഷൂട്ട് അല്ലേ? എനിക്ക് 2 ക്ലിപ്പോടെ എടുത്തുതരാം. എടുത്തു തരാം, ഞാനല്ലേ പറഞ്ഞത്. നമുക്ക് എന്നാലില്ലേ ഈ ഫോട്ടോഷൂട്ടും കൂടി എടുത്തിട്ട് തിരിയാ. കാരണം എന്ന് വെച്ചാൽ ഇതാ കാർമേഘം വന്നു, ഇനിയിപ്പം ഇത് വരും. വീട് നമുക്ക് നോക്കാം. എടുത്തേരാം, നീ ഇങ്ങനെ ഇതാക്കല്ലേ. ഇനി നിനക്കും വേണ്ടടാ ഒരു കല്യാണം. എന്തൊരു ചിരി, എന്താ വേണ്ട? കുറച്ചേട്ടാ എല്ലാം കഴിഞ്ഞാലും ഓണത്തിന് ഇതുപോലെ പൊണ്ടാട്ടിനെയും കൊണ്ട് വരാലോ ഷൂട്ടെടുക്കാൻ. അന്നേരം എന്താ ഉണ്ടാവുന്നറിയാ, ഇവന്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാനും ദേവു ഇങ്ങനെ എടുക്കാൻ വരുന്നില്ലേ, അതേ രീതിയിൽ ഇവൻ നമ്മളെ കൂട്ടും. അതായത് എന്നെ ക്യാമറമാൻ ആക്കും. എന്നിട്ട് ഞാനും ദേവും പറഞ്ഞെടുക്കാം ഇവിടേക്കില്ലേ, അറിയില്ലേ? പിന്നെന്താ? അമാന് പിന്നെ അങ്ങനത്തെ ഇതില്ല. അമാന് ആരെങ്കിലും കല്യാണം കഴിക്കാൻ ആഗ്രഹമുള്ള പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അമാനെ സമീപിക്കുക. കല്യാണം നടത്തി തരാനല്ല, അമാൻ കെട്ടിക്കോളും. പൊന്നു പോലെ നോക്കുന്നതാണ് അമാൻ പറഞ്ഞത് അല്ലേ അമാനെ? അമാൻ ഫോട്ടോ എടുക്കുന്ന തിരക്കില്ല. നമ്മളെ ഓവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെല്ലാം കോളായിട്ട് ചവിട്ടിക്കോളും. ദേവുവിന്റെ എല്ലാ ഫോട്ടോഗ്രാഫിയും ഇഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിലാണ് ദേവു നിൽക്കുന്നത്. ദേവുവിന് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. പക്ഷെ അമ്മ നല്ല കിടിലം പോലെയാണ് എല്ലാ ഫോട്ടോസും എടുത്തു കൊടുക്കുന്നത്. എല്ലാവർക്കും അടിപൊളിയാണ്. നിങ്ങൾക്ക് ഞാൻ അത് വെറുതെ പറഞ്ഞതല്ല, നിങ്ങൾ വേണമെങ്കിൽ ഇതെപ്പാ വരുവാന്നുള്ള അറിയില്ല, ഓണത്തിനായിരിക്കും വരുക. എന്നാലും ഇൻസ്റ്റയിൽ നിങ്ങൾ ഫോളോ ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് അത് എപ്പോഴും കാണാൻ വേണ്ടി പറ്റും. വിക്കി, നീ അടുത്തത് നീ നിന്റെ ഒരു ഫോട്ടോയും കൂടി എടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ ഒരു കുറച്ച് വീഡിയോസും കൂടി ഉണ്ട്. അതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് പോവാം. ഒരു വീഡിയോ കൂടി ഉണ്ടടാ ബാക്കി, അതും കൂടി ചെയ്തിട്ട് എടുക്കാം.
നിങ്ങളെ നല്ല ഫ്രെയിം കൊള്ളാം. ഇതാണ് അമ്മാന്റെ ഫോട്ടോഗ്രാഫി. ഇവന്റെ മാറ്റ് സ്ക്രീൻ ആയതുകൊണ്ട് അധികം കാണാൻ പറ്റുന്നില്ല. പക്ഷെ അടിപൊളിയായിട്ട് ഡാൻസ് പോസ് എല്ലാം കൊടുക്കുന്നുണ്ട്. നമുക്ക് ലൊക്കേഷൻ കിട്ടിയത് അത്യാവശ്യം നൈസാ. വിക്കിയാണ് ഈ സ്പോട്ട് സജസ്റ്റ് ചെയ്തത്. നമ്മൾ വേറെ അണ്ടല്ലൂർ അങ്ങനെയെല്ലാം പോകാനെങ്കിൽ വിചാരിച്ചത്. പക്ഷെ ഇവൻ പറഞ്ഞു അത് വേണ്ട, ഇവിടെ നിന്ന് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അതുകൊണ്ട് ബെറ്റർ ആയി. ഇനിയിപ്പോ തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് കാണാം. അങ്ങനെ നമ്മളെല്ലാരും ഞം തിന്നിട്ട് പേട മിഠായി ഒക്കെ വാങ്ങിട്ട് അല്ലേ ഇങ്ങനെ നിക്കുന്നു. നമ്മള് തിന്നേണ്ടത് കാണിക്കണം എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ നല്ല വിശപ്പുള്ളതുകൊണ്ട് ഒറ്റയടിക്ക് എല്ലാം തീർത്തു. ഇവനാണ് പറഞ്ഞത് ഒന്നും എടുക്കണ്ടാണ്. ഇവൻ അങ്ങനത്തെ ഒരുത്തനാണ്. വിക്കിന്റെ ഫോൺ ഉള്ളതുകൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടത്. നല്ല കിടലം പോലത്തെ ഷോട്ട് ചെയ്തല്ലേ സെലക്ട് ചെയ്തതെല്ലാം. നിങ്ങൾ എഡിറ്റ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾ മൊത്തം ഞെട്ടും. അങ്ങനത്തെ ടൈപ്പ് ഷോട്ടാണ് നമ്മൾ എല്ലാവരും എടുത്തത്. ശരി, അമ്മാന് ബേക്കറിയിൽ എന്തെല്ലാം സാധനങ്ങൾ വാങ്ങാനുണ്ട്. അതും കൂടി വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാം. ചോയ് ഞങ്ങൾ എത്തിയച്ചോയ്. നല്ല അടിപൊളി ഷൂട്ട് ചെയ്യണം കേട്ടാ. നല്ല സ്ഥലം നോക്കി പോയതാണ്. അവസാനം എന്താ പണി കിട്ടിയെന്നറിയാ, ഇതുവരെ ഇല്ലാത്ത വണ്ടികള് ഹൈവേ പോലെയാണ്. നമ്മെ അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി പോകുന്നത്. ഒരു ഷൂട്ട് എടുക്കണമെങ്കിൽ നമുക്ക് ഓരോരോ ഇത് വേണ്ടേ. നമ്മളെ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ അമ്പലങ്ങളിലും ഇപ്പം ഇന്ന് ഭയങ്കര തിരക്കാ. ഇന്ന് അത്തുവാന്ന് തോന്നുന്നല്ലേ അമ്മ. അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ആളാണ്. ഇന്നെന്താ കറി എന്നാ? പുളിങ്കറിയാ? പുളിങ്കറി അല്ലല്ലോ. എന്റെ അറിവിൽ ഇന്ന് പുളിങ്കറി അല്ല എന്നാണ് എന്റെ ഒരു സൂചന. ഒന്ന് തുറന്ന എന്തോ ഒരു സ്പെഷ്യലായിട്ട് അമ്മ വെക്കുന്നുണ്ട്. ചിക്കൻ ഞായറാഴ്ച ചിക്കൻ ചിക്കൻ കറി കേട്ടാ. ഇന്നിപ്പോ പുറത്ത് പോകാന്ന് വിചാരിച്ചത്. ഇപ്പൊ ഇതായതുകൊണ്ട് ഇനിയിപ്പോ പുറത്ത് പോകുന്നില്ല. തൽക്കാലം ഇവിടെ തന്നെ ചെറുറില്ല. ഇനി അച്ഛന്റെ അമ്മേന്റെ ഒരു ഫോട്ടോ ഷൂട്ട് ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് തിരുവങ്ങാട്ട് അമ്പലത്തിൽ നിന്ന്. അല്ല, ഫോട്ടോ മാത്രം. ആന്തിരി ഫോട്ടോ എടുക്കുന്നതിന് എന്താണ്? എന്ത് ഒരു ഫോട്ടോ അല്ലേ ഓണത്തിന്? ഇതെന്തൊരു അമ്മയാണപ്പ ഓണത്തിന് മോൻ ഫ്രീ ആയിട്ട് ഒരു ഫോട്ടോഷൂട്ട് നടത്തി കൊടുക്കാന്ന് പറഞ്ഞാല് വരുവില്ല. ദേവുവിന്റെ മേക്കപ്പ് എല്ലാം അയക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ദേവുവായി കാണിച്ചു കൊടുക്കട്ടെ. നിന്റെ ഫുൾ വേർഷൻ ഞാൻ ഇന്ന് കാണിച്ചു കൊടുക്കും. എങ്ങനെയുണ്ട്? നല്ല വെയില്. പക്ഷെ നമ്മളില്ലേ മറ്റേ മേക്കപ്പ് ഇങ്ങനത്തെ ചെറിയ ചെറിയ ടച്ചപ്പ് ചെയ്തുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഞാൻ എന്തെങ്കിലും പൊതുവെ പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വേർക്കും. ഇപ്രാവശ്യം അങ്ങനെ ഉണ്ടായിട്ടില്ല. ഓവർ വേർപ്പ് ഉണ്ടായിട്ടില്ല. കാരണം വെച്ചാൽ ഓൾറെഡി എന്തെങ്കിലും കുട്ടിയല്ലേ ഇവൾ അടിച്ചതിന്. അതുകൊണ്ട് അധികം വേർപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ അടിപൊളി ഷൂട്ട് ചെയ്യും. ഈ പിള്ളമാരെല്ലാരും കൂടി തളർന്ന് കിടക്കുന്നതാണ് റൂമില്. അമാനാണ് ഇതിൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തത് നമുക്ക് വേണ്ടിയിട്ട്. വിക്കി ഇതാ ചത്ത ശവം പോലെ കിടക്കുന്നത്. വിക്കി കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. വിക്കി പാട്ട് വെക്കലും കച്ചേരിയിലും വിക്കി. അമാനായിരുന്നു പ്രൊപ്പറേറ്റർ കംപ്ലീറ്റ്. പക്ഷെ അമാന് നല്ല കിടലം പോലെ എടുത്തിന്. അമാനെ എങ്ങനെയുണ്ട് വിഷ്വൽസ് കണ്ടിട്ട്? ഞാൻ സെറ്റല്ലേ? ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഈ തണ്ടി എനക്ക് ഈ വീഡിയോസും ഫോട്ടോസും എല്ലാം ഷെയർ ചെയ്താൽ മാത്രമേ അത് എഡിറ്റ് ചെയ്ത് ഇടാൻ വേണ്ടി പറ്റൂ. ഷെയർ ചെയ്യടാ കള്ള. ഞാൻ എന്തായാലും ഡ്രസ്സ് ഇതെല്ലാം ചേഞ്ച് ചെയ്തിട്ട് വരാം. നമ്മള് ഫുഡ് കഴിക്കേണ്ട സമയമായിട്ടുണ്ട്. അപ്പൊ അമ്മ ഉണ്ടാക്കി തന്ന നല്ല ചോറും ചിക്കൻ കറിയും ഇവിടെ സെറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. കൂട്ടത്തില് 2 പപ്പടവും ഇച്ചിരി ചേന അച്ചാറും ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മളെ കൂടെ അച്ഛനും ഉണ്ട്. പിന്നെ അമ്മ ഇപ്പം കഴിക്കുന്നില്ല. ഇതാ ദേവമ്മ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ദേവു നമ്മളെല്ലാരും കൂടി ഇത് കഴിക്കാൻ പോവുകയാണ്. അപ്പൊ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ അമ്മേന്റെ ചിക്കൻ കറീന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട് നോക്കാം. പക്ഷെ ചോറ് എനിക്ക് തോന്നുന്നത് ചോറൊരു പരുവായിട്ടില്ല. എന്തോ ഒരു കുഴപ്പം ചോറിന് കാണുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല. നമുക്ക് ചിക്കൻ കറി വെച്ചിട്ട് ബാലൻസ് ചെയ്യാം. ഇത് നല്ല വെന്ത ചിക്കനാണ്. പുറത്തുനിന്ന് നമ്മൾ ചിക്കൻ ഇതെല്ലാം എപ്പോഴും കഴിക്കുന്നതല്ലേ. അപ്പൊ ഇന്ന് വെറൈറ്റി ആയിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചിക്കൻ കഴിക്കാം. ചോറ് കഴിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ ഉരുട്ടി വേണം നമ്മൾ കഴിക്കാൻ. എന്നിട്ട് അടിപൊളി. ഇനി എന്തായാലും അതെല്ലാം കംപ്ലീറ്റ് ആക്കട്ടെ. കാണുമ്പോ തന്നെ കംപ്ലീറ്റ് ഫിനിഷ് ചെയ്യാൻ വേണ്ടി തോന്നുന്നു. അപ്പൊ ദേവേ എങ്ങനെയുണ്ട് ഫുഡ്? കഴിക്കാണ്ട് തന്നെ അഭിപ്രായം വളരെ നേരത്തെ തിന്നോണ്ടായിരിക്കും. ഞാൻ ഇന്നലെ കഴിച്ചിട്ട് വരാം. എങ്ങനെയുണ്ടായിരുന്നു എന്റെ അമ്മയുടെ ചോറ്? എങ്ങനെയുണ്ടായിരുന്നു ചിക്കൻ കറി? Oh, that was very nice and sweet and not sweet. ഉപ്പ് salty അല്ല, നല്ല ടേസ്റ്റ്. അല്ല, എന്തോ ഒരു ചെറിയൊരു സംഭവം എനിക്ക് എന്തോ ഫീൽ ചെയ്തു. മസാലയിൽ എന്തോ ഒരു വ്യത്യാസം. ഭക്ഷണം കൊടുത്താൽ അതിൽ ഒരു 4 കുറ്റം കണ്ടുപിടിക്കും. അത് വലിയൊരു കുറ്റം കണ്ടുപിടിക്കുന്നില്ല. ചിക്കൻ കറി അമ്മ ഉണ്ടാക്കുന്നതിനും ഒരു വ്യത്യസ്തമായിട്ടാണ് ഇന്ന് ഉണ്ടാക്കിയത്. പക്ഷെ ആദ്യത്തെ ബൈറ്റിൽ നല്ല ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് ഇല്ലാന്നല്ല, എന്നാലും ഒരു ചെറിയൊരു മസാലയിൽ ഒരു ചെറിയ സംഭവം ഉണ്ടോ ഒരു സംഭവം ഉണ്ട്. സൂപ്പറാ. സൂപ്പർ. അപ്പൊ ഇന്നത്തെ പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു? മൊത്തം ക്ഷീണിച്ച്. എന്റെ കൈയെല്ലാം കണ്ട ഇത് ഇവളെ കൈ എന്റെ കൈ വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും വ്യത്യാസം. ഒരു കാപ്പിപ്പൊടിയും പാലും ഒഴിച്ചു വെച്ചതുപോലെ.
ഇത് കലങ്ങിയ പാല്. ഗൈസ് അത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വെയിലായിരുന്നു. നമ്മൾ മാക്സിമം സൺസ്ക്രീൻ തന്നെ യൂസ് ചെയ്തിന്. പക്ഷെ അവിടെ എത്തുമ്പോഴത്തേക്കും വെയിൽ കൂടി 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 വന്നിട്ട് അവസാനം സൺസ്ക്രീനിന് പോലും പിടിച്ചിരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴാണ് എനിക്ക് അതിന്റെ ഒരു ഏകദേശ രൂപം മനസ്സിലാവുന്നത്. പിന്നെയാണെങ്കിൽ ഭയങ്കര ക്ഷീണമാണ്. ഇനി ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു പരിപാടിക്ക് പോകുമ്പോൾ ഇല്ല, കുപ്പി വെള്ളം നമുക്ക് കൊണ്ടുപോകാം. അത് ശരിക്കും കൊണ്ടുപോകണം. കാരണം ഡീഹൈഡ്രേഷൻ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല, തളർത്തിക്കളയും. നമുക്ക് ഇപ്പോഴെന്ന് വെച്ചാൽ ഭയങ്കര ദാഹമാണല്ലേ. വിചാരിച്ചപ്പോ സാധനം കിട്ടിയില്ലേ വെയിൽ? നമുക്കൊരു അടിപൊളി സാധനം കിട്ടീനെ. എഫോർട്ട് ഇട്ടാൽ അതിന് റിസൾട്ട് ഉണ്ടാവും എന്നുള്ളത് പെർഫെക്റ്റ് എക്സാമ്പിൾ ആയിരുന്നു നമ്മുടെ ഇന്നത്തെ ഷൂട്ട്. എന്തായാലും അടിപൊളിയായിട്ടുള്ള ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. ഞാനൊരു ഔട്ട്ലൈൻ അതിൻ്റെ എഡിറ്റിൽ വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള നിങ്ങൾക്ക് ഓണത്തിന്റെ ടൈമിന് നമ്മളെ ഇൻസ്റ്റയിൽ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ കംപ്ലീറ്റ് റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ. അപ്പൊ ഗൈസ്, നിങ്ങളും ഇതുപോലെ ഇരിക്കുന്നതാണെങ്കിൽ വല്ല ഓണം ഷൂട്ടോ ഓണം ഫോട്ടോഗ്രാഫിയോ എല്ലാം നേരത്തെ തന്നെ തുടങ്ങിക്കോ. കാരണം ആ സമയമാകുമ്പോഴത്തേക്കും നിങ്ങൾ നോക്കി വെച്ച പല ലൊക്കേഷൻസും പലരും കയ്യേറിയിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് തിരക്കിലെടുക്കാൻ പറ്റൂല. കുറച്ച് മുൻകൂട്ടി എടുത്ത് വെച്ചിട്ടാണെങ്കിൽ ആ സമയത്ത് പോസ്റ്റ് ചെയ്താൽ മതിയല്ലോ. അപ്പൊ ഗൈസ്, അത്രയും ഇന്നത്തെ വീഡിയോ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. അതുവരേക്കും ബൈ.